നമ്മൾ ഇന്ന് ചാപ്റ്റർ 11 സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 11 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബാർ ഗ്രാഫ് എന്നൊരു ഹെഡിങ് കാണിച്ചിട്ട് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് ചില ക്ലാസ്സിലെ കുട്ടികൾ ഡൊണേറ്റ് ചെയ്ത രൂപയുടെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, ചിത്രം നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ട് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ്? അപ്പോൾ ഇവിടെ 5A ക്ലാസ്സിലെ കുട്ടികളുടെ കളക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 600 ആണ്. കാണിച്ചിട്ടുണ്ട്. 600 നേരെയാണ് ഇത് വന്ന് നിൽക്കുന്നത്. 5B ക്ലാസ്സിലെ കുട്ടികൾ കളക്ട് ചെയ്തിരിക്കുന്നത് 750 രൂപ. 6A ക്ലാസ്സിലെ കുട്ടികൾ 600 രൂപ. 6B ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ 400 രൂപ. 7A ക്ലാസ്സിലെ കുട്ടികൾ 800 രൂപ. 7B ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ 700 രൂപ. അപ്പോൾ ചോദ്യം നമ്പർ 1 ഇതാണ്: വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ്? എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ. ഈ എമൗണ്ടുകൾ എല്ലാവർക്കും കിട്ടിയ കളക്ഷൻ നമുക്ക് സോഷ്യൽ സർവീസിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നമ്മൾ അങ്ങനെയല്ലേ കിട്ടുന്ന കാശെല്ലാം കൂടി ഓരോ ക്ലാസ്സിലേയും കിട്ടിയിട്ട് കൂട്ടി ചേർത്തിട്ട് അതൊന്നിച്ചാണ് നമ്മൾ ആ ഒരു സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രൂപ ഒന്ന് കൂട്ടി നോക്കാം. 0.5 ഇത് വരുമ്പോൾ 3850 രൂപ. അപ്പം വാട്ട് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് എന്ന് ചോദിച്ചാൽ എത്ര പറയാം? 3850 രൂപയാണ് അവർ ടോട്ടൽ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനി വിച്ച് ക്ലാസ് ഗേവ് മോസ്റ്റ്? ഏറ്റവും കൂടുതൽ കൊടുത്തത് ആരാണ്? ഏറ്റവും കൂടുതൽ കൊടുത്തത് നോക്കുക, 7A ക്ലാസ്സുകാരല്ല. ഏറ്റവും ടോപ്പിൽ വന്ന ആരാണ്? 7A, സ്റ്റാൻഡേർഡ് 7A. ഇനി അതിൻ്റെ ലീസ്റ്റ് ഏറ്റവും കുറവ് കൊടുത്തത് ആരാണ്? സ്റ്റാൻഡേർഡ് 6B, 6B ക്ലാസ്സിലെ കുട്ടികൾ ആണ് ഏറ്റവും കുറവ് എമൗണ്ട് കൊടുത്തത്. വാട്ട് അതർ തിങ്സ് ഷുഡ് വി ഗെറ്റ് ഫ്രം ദിസ് ടേബിൾ? ഈ ടേബിളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടെത്താം. 1-2 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചോദ്യം ടീച്ചർ വേണമെങ്കിൽ പറയാം. ഒരേ എമൗണ്ട് കൊടുത്ത ക്ലാസ്സുകാരല്ലേ, ഇത് സെയിം എമൗണ്ട് ഓഫ് മണി വന്നത് എവിടെയാണ്? ഒരേ എമൗണ്ട് കൊടുത്ത ക്ലാസ്സുകാർ ഏതാണെന്ന് നമുക്ക് പറയാം. 5A, 5A, 6A. ഈ 2 ക്ലാസ്സുകാരാണ് സെയിം എമൗണ്ട് ഓഫ് മണി ഡൊണേറ്റഡ് ടു ദ സ്നേഹസ്പർശം മെഡിക്കൽ ഫണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കണ്ടെത്താം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞിരുന്നു, ടീച്ചർ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ കിട്ടിയ രൂപയെ അസെൻഡിങ് ഓർഡർ ഏറ്റവും കുറവ് രൂപ കിട്ടിയത് 400. അപ്പോൾ 6B എങ്ങനെയാണ് എഴുതുക? എന്താണ്? റൈറ്റ് ദ എമൗണ്ട് ഗിവൺ ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി അവിടെ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടല്ലേ, ഇത് വേറെ ഏതെങ്കിലും ഒരു തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന രൂപയുടെ കാര്യമാണല്ലോ. ഇവിടെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പറ്റിയാണ്. 5Aയിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 25, 5B 30, 6A 30, 7B 20, 7A 40, 7B 35. ടോട്ടൽ 180 സ്റ്റുഡൻസാണ്. ലെറ്റ്സ് ഡ്രോ എ ബാർ ഗ്രാഫ് ഓഫ് ദിസ്. ഇതിൻ്റെ ബാർ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കാമെന്ന് അറിയോ? ഈ ഫസ്റ്റ് കോളത്തിന് ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഈ ഹൊറിസോണ്ടൽ ഭാഗത്ത് നമ്മൾ എന്തെഴുതണം? ഈ ക്ലാസ്സിൻ്റെ വിവരങ്ങളും ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ഭാഗത്ത് എന്തെഴുതണം? നമ്പർ ഓഫ് സ്റ്റുഡൻസും എഴുതണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അത് കൃത്യമായ വിഡ്ത്തിലായിരിക്കണം വരയ്ക്കേണ്ടത്. ആ തൊട്ട് താഴെ ചോദ്യം കാണിച്ചിട്ടുണ്ട്. നോക്കുക, ആ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ കൃത്യമായ അകലം, അതായത് സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ അളക്കണം. ഒരു ബാർ ഇവിടെ വരച്ചിട്ട് അടുത്ത ബാർ ഇവിടെ വരയ്ക്കരുത്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അകലവും ഈ അകലവും എല്ലാം സെയിം ആക്കി വേണം നമ്മൾ വരയ്ക്കാൻ. ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കാം, നിങ്ങൾ പേടിക്കണ്ട. അപ്പം 5A ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 25. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. 5Bയിൽ 30 സ്റ്റുഡൻസ്, 5Aയിൽ 30 സ്റ്റുഡൻസ്, 5Bയിൽ 20, 7A 40, 7B 35. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാർ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം. അപ്പോൾ ഇത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പുതിയൊരു ചോദ്യം നമുക്കിവിടെ ചെയ്ത് നോക്കാമേ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മൾ മാത്തമാറ്റിക്കലി കുറേ ലൈൻസിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഈ ചിത്രം കാണുമ്പോൾ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഏത് ക്ലാസ്സാണ്
ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് കുട്ടികളുണ്ടെന്ന്. ഏത് ക്ലാസ്സിലാണ്? 6B ക്ലാസ്സിൽ. അതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? 7A. എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഈ ചിത്രീകരണത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ചിത്രങ്ങളിൽ കൂടി നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരും, നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകത്തേ ഇല്ല. അപ്പോൾ അതാണ് ഈ ബാർ ഗ്രാഫുകളുടെയൊക്കെ ഒരു ബെനിഫിറ്റ് കേട്ടോ. ഇനി നമ്മൾ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ പോവാണ് ഈ ചിത്രം. ഇനി ക്ലാസ് 6 20 children got A grade, 50 got B grade, 20 got C grade, 15 got D grade and 5 got E grade. Draw a bar graph showing this. ഈ തന്നിരിക്കുന്നതിന് ബാർ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മൾക്ക് ഈ ടാബുലാർ കോളം ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ കോളം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയൊരു ബാർ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. നോക്കുക, ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. നേരെ എന്ത് ചെയ്യണം? നമ്മൾ വെർട്ടിക്കൽ ലൈനും കൂടി വരയ്ക്കണം. വെർട്ടിക്കൽ ലൈൻ വരച്ചു. നമ്മൾ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും, ഈ വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ വൈ ആക്സിസ് എന്നും ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നും പറയും കേട്ടോ. അതൊന്നും ഇപ്പോൾ ഇവിടെ പ്രാധാന്യമൊന്നുമില്ല, ടീച്ചർ പറഞ്ഞ വഴി അങ്ങ് പറഞ്ഞതേ ഉള്ളേ. ഇനി നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് നമ്മൾ ABCDE എന്നുള്ള ഗ്രേഡ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ സ്കെയിൽ ഇവിടെ കറക്റ്റ് താഴെ വയ്ക്കണം. താഴെ വെച്ചിട്ട് കൃത്യമായ അളവ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 2 അല്ലേ, ആ 2 ഏത് വേണമെങ്കിലും എടുക്കാൻ, ടീച്ചർ 2 എന്ന് എടുത്തേ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് എത്ര ആയിരിക്കും? 2. അപ്പോൾ 2, 4, 6, 8, 10, 12, 14 എന്നീ ഭാഗങ്ങളിൽ നമ്മൾ കുത്തിട്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? A ഗ്രേഡ്, ഇത് B ഗ്രേഡ്, C, D, E ഗ്രേഡ്. കൃത്യമായ അളവിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. ഇനി ടോപ്പിലേക്ക് നോക്കുക, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 5 അല്ലേ, ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ 50 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ടീച്ചർ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ എടുത്തെങ്കിൽ മുകളിലേക്ക് നിങ്ങൾ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ എടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഓരോ 1 സെൻറ്റിമീറ്റർ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഓരോ 1 സെൻറ്റിമീറ്റർ അനുസരിച്ച് 1 തൊട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് ടീച്ചർ ഒരു 15ൻ്റെ അവിടെ നിന്ന് എടുക്കാവേ. ഇതുകൊണ്ട് 1 കാണുന്നുണ്ടല്ലോ, 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ മാർക്കിങ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ എഴുതുന്ന സംഖ്യയുടെ വിഡ്ത്തും കറക്റ്റ് ആയിരിക്കണേ. ഇത് 5 cm, അടുത്തത് 10 cm, 15, 5, 10, 15, 20, 25, 30, 35, 40, 45, 50 കൃത്യമായ അളവിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ A ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്കാണ്? 20 പേർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാമെന്നറിയാമോ പിള്ളേരെ? നമ്മൾ ആദ്യം ഒരു ചെറിയ ലൈൻ വരച്ച് വെക്കുക 20ൻ്റെ നേരെ. അപ്പോൾ വലിയ ഡാർക്കൊന്നൊന്നുമല്ല, ലൈറ്റ് കളറിലൊരു വര വരച്ച് വെക്കും. നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പൊക്കം കൂടി പോകും. എന്നിട്ട് ഈ എയുടെ അപ്പുറം ഇപ്പുറം കറക്റ്റ് അളവ് എടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. എയുടെ ഈ സൈഡിലും തൊട്ടിപ്പുറത്ത് ഒരേ വിട്ട്, ആ സെയിം വിട്ടായിരിക്കണം കേട്ടോ. എല്ലാ റെക്റ്റാങ്കിളും ആ മുകളിലത്തെ വര കണ്ടോ, അതും ഫിനിഷ് ചെയ്യുന്നത് പോലെ നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. അടുത്ത രണ്ടാമത്തെ B ഗ്രേഡ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 50 പേര്. അപ്പം Bയുടെ തൊട്ട് മുകളിൽ നമ്മൾ ഈ 50ൻ്റെ അവിടെ ആദ്യം എന്ത് ചെയ്യുക? ഒരു ചെറിയ ലൈൻ വരയ്ക്കുക. നിങ്ങൾ പെൻസിൽ കൊണ്ട് വലിയ ഡാർക്കനല്ലാതെ ലൈറ്റ് ഷെയ്ഡിൽ വരച്ചാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ തന്നെ വരച്ച് കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ Bയുടെ അവിടെ നിന്ന് 50 വരെ നമ്മൾ എന്ത് ചെയ്യുക? ടോപ്പിലേക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്നും ടോപ്പിലേക്ക് വരയ്ക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് വരയ്ക്കുക. ഒരേ വിട്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് C ഗ്രേഡ് കിട്ടിയതോ 20 പേർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 20 ഇത് ഓൾറെഡി ഇവിടെ 20ൻ്റെ ഒരു വര ടീച്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. സെയിം അത് രണ്ടും കൂടി ചേർത്ത് വരച്ചു. ഓക്കെ, ഇതൊക്കെ പിന്നെ ഷെയ്ഡൊക്കെ ചെയ്ത് ഭംഗിയാക്കാം കേട്ടോ നിങ്ങൾക്ക്. അടുത്ത D ഗ്രേഡ് കിട്ടിയ 15 പേർക്ക്. അപ്പോൾ 15 എന്ത് ചെയ്താൽ 15ൻ്റെ ഇതാണല്ലേ 15ൻ്റെ നേരെ ലൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് വെക്കുക കേട്ടോ. ഇനി അവിടെ നിന്ന് Dയുടെ അവിടെ നിന്ന് 15ലേക്ക് വരയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ചാൽ മതിയാവും. E ഗ്രേഡ് കിട്ടിയ 5 കുട്ടികളേ ഉള്ളൂ. ഏറ്റവും ചെറുതായിട്ട് വരും ഇവിടെ.
അത്രേ ഉള്ളൂ. ഇത്രയാണ് ആ ചിത്രത്തിൻ്റെ പൂർത്തീകരണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ ഷെയ്ഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് വരകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ഷെയ്ഡിങ് ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഓക്കെ, അടുത്തൊരു ചോദ്യം. ദ ബാർ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് പ്രസൻറ്റ് ഇൻ ക്ലാസ് 5 ഓഫ് എ സ്കൂൾ ഫ്രം 1 to 5 ഓഫ് ജൂൺ. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ സ്കൂളിൽ വന്ന കുട്ടികളുടെ പ്രസൻറ്റ് ലിസ്റ്റ് ആട്ടോ, ബോയ്സും ഗേൾസും പ്രസൻ്റ് ആയിട്ടുള്ളവരുടെ. അപ്പോൾ 1/6/2015 ആ ക്ലാസ്സിൽ, ഏത് ക്ലാസ്സിൽ, ക്ലാസ് 5ൽ വന്ന് ചേർന്ന ഈ ലൈറ്റ് കളർ എന്ന് പറയുന്നത് ബോയ്സിനെ സൂചിപ്പിക്കുന്നു, ഡാർക്ക് കളർ ഗേൾസിനെ. അപ്പോൾ ഇവിടെ 1/6 എത്ര ബോയ്സ് ഉണ്ടായിരുന്നു? 22ആണിത്, ഇത് 24ആണ്. ഒരു മിനിറ്റ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ വരയുടെ നേരെ അല്ല കേട്ടോ 6 കിടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വരയുടെ നേരെ നിങ്ങൾ 6 കൊടുത്തോളെ. ഈ വരയുടെ നേരെ വരുമ്പോഴാണ് 6, ഇതിന് നേരെ വരുമ്പോൾ 8, ഇതിന് നേരെ 10, നേരെ 12, ഇതിൻ്റെ നേരെ 14, അങ്ങനെ ഓർത്തോണേ. അപ്പോൾ ഇതാ ഇവിടെ നേരെ വരുമ്പോൾ ഈ സംഖ്യ എന്ത് വരും? ഇത് 22 കേട്ടോ. ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ ഈ നമ്പർ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ 22 കൊടുത്താൽ ശരിയാവില്ല കേട്ടോ. പിള്ളേർ പിന്നെ ടീച്ചറുണ്ടല്ലോ ഇതെല്ലാം വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കാവേ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. കാരണം വരയിലല്ല കേട്ടോ സംഖ്യ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. ടീച്ചർ ഫുള്ള് മായ്ച്ചിട്ട് കറക്റ്റ് വരയിലാക്കി എഴുതാം കേട്ടോ. ടീച്ചർ അതെല്ലാം മായ്ച്ച് കറക്റ്റ് നേരെയാക്കിയിട്ടുണ്ട്. അപ്പം 1-ാം തീയതി, അതായത് ജൂൺ 1-ാം തീയതി ആ ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ വന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആൺകുട്ടികളും ഗേൾസ് എത്ര പേര് വന്നിട്ടുണ്ട്? 24 പെൺകുട്ടികളും വന്നിട്ടുണ്ട്. 2/6/15 നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 24, നമ്പർ ഓഫ് ഗേൾസും 24. 3/6 3-ാം തീയതി ബോയ്സ് കൂടുതൽ വന്നു. അത് ഏതിലാണ് നിൽക്കുന്നത്? അത് 20 കറക്റ്റ് ഇതിന് നേരെ നിൽക്കുമ്പോൾ 24. ഇവിടെയാണെങ്കിൽ 22, 24ൻ്റെയും 22ൻ്റെയും ഇടയില്ല. അപ്പോൾ ഇത് എത്രയാണ്? 23. ഇതെന്ന് പറയുന്നത് 18ൻ്റെയും 20ൻ്റെയും ഇടയില്ല. അപ്പോൾ ഇത് എത്ര വരുന്നത്? 19. ഇവിടെ വരുന്ന 19, 20. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിലൊന്ന് എഴുതിയേക്കാം. വേണ്ട, ടീച്ചർ അടുത്ത പേജിൽ എഴുതാം. 4/6/2015 ബോയ്സ് എത്ര വന്നു? നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വെച്ച് നോക്കാം. ലൈൻ ഇങ്ങനെ വെച്ച് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ആൻസർ ഈസ് എത്രയാണ്? 22. ഗേൾ ആണെങ്കിലോ 24ൻ്റെയും 26ൻ്റെയും ഇടയില്ല, 25. 5/6/15 വന്ന കുട്ടികളുടെ എണ്ണം 5/6 വന്നത് 26 കേട്ടോ. 26 കുട്ടികളാണ്. ഗേൾ ആണെങ്കിലോ ലാസ്റ്റത്തേൽ ഗേൾ ആണെങ്കിൽ 24. ഇനി നമുക്ക് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജിലൊരു ടാബുലാർ കോളമുണ്ട്, അത് ഫില്ല് ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേബിൾ വെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ അളവ് നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ച് നേരെ ഹൊറിസോണ്ടലായിട്ട് സ്കെയിൽ വെച്ചിട്ട് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കണം അതിൻ്റെ നേരെ ഏതളവാന്ന്. ദെൻ ലാസ്റ്റ് കോളം എന്താ? ടോട്ടൽ 1/6/2015 5-ാം ക്ലാസ്സിൽ ആകെ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടോട്ടൽ എണ്ണം എത്രയാണ്? 44. 2-ാം തീയതി ആണെങ്കിൽ 48, 3-ാം തീയതി ആണെങ്കിൽ 43, 4-ാം തീയതി 47, 5-ാം തീയതി 50 കുട്ടികൾ. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഓൺ വിച്ച് ഡേ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ പ്രസൻറ്റ്? ഏത് ദിവസമാണ് ഏറ്റവും കുറവ് കുട്ടികൾ ഉണ്ടായിരുന്നത്? ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഏറ്റവും കുറവ് കുട്ടികൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? 3-ാം തീയതി അല്ലേ. 3/6/2015. ഓൺ വിച്ച് ഡേ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് പ്രസൻറ്റ്? ഏറ്റവും കുറവ് ആൺകുട്ടികൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? 20, 24, 23, 22, 26. ഏതിലാണ് ഏറ്റവും കുറവ് ആൺകുട്ടികൾ ഉണ്ടാകുന്നത്? 1/6 കേട്ടോ. 1/6/2015. അതുപോലെ ആൻഡ് ദ ലീസ്റ്റ്
ലീസ്റ്റാണ് കേട്ടോ. ഇത് കൂടുതലുണ്ടായിരുന്ന ആൺകുട്ടികൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഈ ദിവസം 5-ാം തീയതിയാണ് കേട്ടോ. 5/6 ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഏറ്റവും കുറവുണ്ടായിരുന്നത് 1/6/2015. ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് 5/6-ലും ഏറ്റവും കുറവുണ്ടായിരുന്നത് 1/6. ശരിയല്ല, ഏറ്റവും വലിയ നമ്പർ 26-ല്. അപ്പോൾ 5/6, ഏറ്റവും കുറവുണ്ടായിരുന്നത് 1/6. വാട്ട് അബൌട്ട് ദ ഗേൾസ്? ഇതുപോലെ തന്നെ ഗേൾസിൻ്റെ കാര്യം എടുത്താലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വന്ന ഏത് ദിവസമാണ്? 4/6 ഏറ്റവും കൂടുതൽ വന്നത്. അതുപോലെ ഏറ്റവും കുറവ് പെൺകുട്ടികൾ വന്ന ഏത് ദിവസമാണ്? 3/6. 3/6/2015. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഡേ വാസ് ദ ഡിഫറൻസ് ഇൻ നമ്പർ ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് മോസ്റ്റ്? ഏത് ദിവസമാണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം ഏറ്റവും കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അവരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടിയത് എന്ന് വെച്ചാൽ ഞാൻ ചിത്രം ഒന്നുകൂടെ കാണിക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് കൂടി വന്ന് ഇവിടെയാണോ? ഇവിടെ സെയിം ആയിട്ടാണ് നിൽക്കുന്നല്ലേ? അതോ ഇവിടെയാണോ? ഇവിടെ ഇച്ചിരി കുറവാണ്, ഇവിടെ കുറച്ച്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണെന്നാണ് നമുക്കറിയാം. ഇത് രണ്ടും നോക്കിക്കേ. ഇതെന്ന് പറയുന്നത് 23-ലും ഇത് 24-ലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫറൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ രണ്ടിലും സെയിമാണ് അല്ലേ? അതായത് ഇവിടെ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20-ഉം ഇവിടെയും ഗേൾസിൻ്റെ എണ്ണം 20-ആണ്. ഇവിടെ ബോയ്സിൻ്റെ എണ്ണം 24-ആണ്, ഇവിടെ 23. അപ്പോൾ ഡിഫറൻസ് കൂടുതൽ എവിടെയാണ്? ഇവിടെയാണ് ഡിഫറൻസ് കൂടുതൽ. അപ്പോൾ 1/6 ബോയും ഗേളും തമ്മിൽ ഡിഫറൻസ് കൂടുതലുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. 20 മുതൽ 24 വരെ 4 പേരുടെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആരുടെയും ഡിഫറൻസ് ഇല്ല. ഇവിടെ 3 പേരുടെ, ഇവിടെ 3 പേരുടെ, ഇവിടെ 26, 24 2 പേരുടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കൂടുതലുള്ള ഇവിടെ 1/6 കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആൻസർ എന്താ എഴുതണം? 1/6/2015. ഇനി ചിത്രത്തിൻ്റെ ബാർഗ്രാഫ് വരയ്ക്കാനാണ്. അതിന് മുന്നേ നമ്മുടെ അടുത്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 100 gram ഓഫ് റൈസ് ഈസ് ടേക്കൺ പെർ ചൈൽഡ് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് എത്ര ഗ്രാം അരി വേണം? 100 gram അരി വേണമെങ്കിൽ ഹൗ മച്ച് റൈസ് വാസ് യൂസ്ഡ് ഈച്ച് ഡേ ഡ്യൂറിങ് ദിസ് വീക്ക്? ആ ആഴ്ചയിൽ എത്ര ഗ്രാം അരിയുടെ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എത്രമാത്രം അരി നമുക്ക് ആവശ്യമുണ്ട്. ഡ്രോ എ ബാർ ഗ്രാഫ് ഷോയിങ് ദിസ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബാർ ഗ്രാഫ് കൂടി വരയ്ക്കുക. നോക്കാം. അവരുടെ കണക്ക് പ്രകാരം ഒരു കുട്ടിക്ക് നമ്മൾ എത്രയാണ്? 100 gram അരിയാണ് വേണ്ടത് ഒരു കുട്ടിക്ക് അല്ലേ? അപ്പോൾ 2 കുട്ടിക്ക് എത്ര വേണം? 200 gram അരി വേണം. അപ്പം 3 കുട്ടിക്ക് എത്ര വേണം? 300 gram അരി വേണം. 10 കുട്ടിക്ക് ഇപ്പോൾ എത്ര വേണം? 10ൻ്റെ കൂടെ 2 0 ഇട്ടാൽ പോരെ? 3ൻ്റെ കൂടെ 2 0, 2ൻ്റെ കൂടെ 2 0, 10ൻ്റെ കൂടെയാണ് 2 0 ഇടുമ്പോൾ 1000 gram. അപ്പോൾ 44 ആണെങ്കിലോ? 44ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 0. 44ൻ്റെ കൂടെ 2 0, അപ്പോൾ 4400 gram. അപ്പോൾ അത് ടീച്ചർ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റൈസ് 4400 gram, 4800 gram, 4300 gram, 4700 gram, 5000 gram. ഓക്കെ, ഇത് കിലോയിലേക്ക് മാറ്റാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ്? 4 കിലോ 400 gram അല്ലേ? ഇത്രയും kg നമുക്ക് എഴുതാം. 4.4 kg അല്ലെങ്കിൽ 4.8 kg, 4.3 kg എല്ലാം kgയിലോട്ട് മാറും കേട്ടോ. ഇതാണെങ്കിൽ 4.7 kg. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് അറിയാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തുവിടണമെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ടാണ് ടീച്ചർ പെട്ടെന്ന് എഴുതി പോയത്. അപ്പം ടോട്ടൽ എത്ര കിലോ? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. ആകെ എത്ര കിലോഗ്രാം അരി ആ ആഴ്ചയിൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതിയല്ലോ. ആഡ് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യണം? 8 4 12, 12 3 ഈ kg എല്ലാം വായിക്കാം കേട്ടോ. അതെല്ലാം കൺഫ്യൂഷനാവും ആകെ. 7 3 10, 10 8 18, 18 4 22-ന് 2 എഴുതി. റിമൈൻഡർ 2. ദെൻ 4 4 8 4 12 4 16 16 5 21 2 23. പോയിൻ്റ് എവിടെ ഇടണം? നേരെ ഇടണം. 23 കിലോയും 200 ഗ്രാമും കൂടി വേണം കേട്ടോ. എത്രയും വേണം? 23 കിലോ, അതായത് 25 കിലോ മൊത്തം വേണ്ട നമുക്ക് ഇത്രയും കുട്ടികൾക്ക് ചോറ് വയ്ക്കാനുള്ള അരി. 23.200 കിലോഗ്രാമാണ് വേണ്ടത്. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാർ ഗ്രാഫ് വരയ്ക്കണം. അത് ശ്രദ്ധിച്ചോണേ.
കാര്യം നോക്കുക, ബാർ ഗ്രാഫ് വരയ്ക്കാൻ ഒന്നെങ്കിൽ 4.4, 4.8, 4.3 നമുക്ക് ഈ വെർട്ടിക്കൽ ലൈനിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ സീറോസ് ഇട്ട് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്കെന്നാൽ ഈ സീറോസ് ഇട്ട് തന്നെ എഴുതിയേക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ബോർഡിലൊട്ട് ഇടയും കിട്ടും അല്ലേ. എങ്ങനെ ചെയ്താലും കറക്റ്റാട്ടോ. നിങ്ങൾ ഒന്നെങ്കിൽ അത് ഫുള്ളായിട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ആദ്യം വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, ദെൻ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി എന്താ, ഡേറ്റ് ആദ്യം നമ്മൾ കൃത്യമായൊരു 2 സെൻറ്റിമീറ്റർ ഇടവേളയിട്ട് ആദ്യം അടയാളപ്പെടുത്തുക. അത് കറക്റ്റായിട്ട് ചെയ്തോണേ, അത് മാറിപ്പോകരുത്. ഇനി ഇത് 1/6, ഇത് 2/6, 3/6, 4/6, 5/6. ഓക്കെ, ഡേറ്റ് എല്ലാം കറക്റ്റായി. ഇനി നമുക്ക് വേണ്ടത് ഈ സൈഡിലത്തെ ലെങ്താണ്. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് വൺ ഏതാ, 4300 ആണല്ലോ. ഏറ്റവും ബിഗ്ഗസ്റ്റ് 5000 അല്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങാം, നമുക്കൊരു 4000 തുടങ്ങാവേ. 4000. അടുത്തത് 1 സെൻറ്റിമീറ്റർ ഇടവേള ഇട്ട് എടുക്കണേ നിങ്ങൾ. ഞാനിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ 4200, 4000, 4200, 4100 കൊടുക്കാം കേട്ടോ. 4100, 4200, 4300, 4400, 4500, 4600. ഉയ്യോ, അപ്പം നമുക്ക് തികയില്ലല്ലേടാ പിള്ളേരേടാ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡിസ്റ്റൻസ് 2 ആക്കി കൊടുക്കാവേ. ഞാനിങ്ങനെയൊക്കെ മായിച്ചൊക്കെ എഴുതുന്നതിന് നിങ്ങൾക്ക് വിരോധമൊന്നും തോന്നില്ല. നമുക്ക് ഇത് ഫസ്റ്റിന് 4000 കൊടുക്കാം. അടുത്തത് ഇത് 4200, 200 കൂട്ടി പോകാവേ. 4400, പിന്നെ 400 കഴിഞ്ഞാൽ 600, 600 കഴിഞ്ഞാൽ പിന്നെ 800, അത് കഴിഞ്ഞാൽ പിന്നെ 5000. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയായി. ഇനി എന്ത് ചെയ്യാം, 1/6 4400, 4400 എവിടെ വരും, ഇതാ ഇവിടെ വരും. അവിടെ വരെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, എല്ലാ സ്കെയിൽ ഉപയോഗിച്ച് വരച്ച് ഷെയ്ഡ് ചെയ്തോണേ. അടുത്തത് 2/6 4800, ഇതാ ഇവിടെ വരും. ഇതിൻ്റെ നേരെ വരയ്ക്കണം. അത് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തു. അടുത്ത എത്ര, 3/6 4300, 4300, 4200, 4400 ഇടയില്ല. ഏകദേശം ഇത്രയേ ഉള്ളൂ. അടുത്തത് 4700. 4700 എന്ന് പറയുന്നത് 4/6 4700 അവിടെ വരും. 4800 ഏകദേശം ഈ നടുവിൽ വരും കേട്ടോ, ഇവിടെയായിട്ട് വരും. അടുത്തത് ലാസ്റ്റ് 5, 6, 15 എത്രയാണ്, 5000. 5000 ഏറ്റവും മുകളിൽ വരും. 5, 6 ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്ലാസ്സിൽ വന്നതും അന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അരി വേണ്ടതും. കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴാണല്ലോ നമുക്ക് അരിയുടെ അളവ് കൂട്ടേണ്ടത്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പ്രോബ്ലം പൂർത്തിയാവും. ഓക്കെ, ഇനി പേജ് നമ്പർ 168 ഈ ഒരു ചോദ്യത്തിൻ്റെ ബാർഗ്രാഫ് വരയ്ക്കണം. The table shows the number of notebooks sold at the school store during 6 months. ആദ്യത്തെ 6 മാസം ഒരു സ്കൂളിലെ സ്റ്റോറിൽ നിന്ന് വിറ്റ ബുക്കുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ജൂണിൽ 140, ജൂലൈ 130, ഓഗസ്റ്റ് 150, സെപ്റ്റംബർ 160, ഒക്ടോബർ 120, നവംബർ 150. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഒരു ബാർഗ്രാഫ് വരയ്ക്കാം. സിമ്പിളല്ലേ, നമുക്ക് വേഗം വരയ്ക്കാം. എപ്പോഴും ഈ ടാബുലാർ കോളം എഴുതുന്ന കാര്യം മറക്കല്ല്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നതാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ എഴുതേണ്ടതെന്നുള്ള കാര്യവും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ലൈനിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഈ മന്ത് എഴുതേണ്ടത്. ദെൻ വെർട്ടിക്കൽ ലൈനിലാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ കേസ് എഴുതേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിട്ട് ഇവിടെ കൊടുക്കാൻ കേട്ടോ ടീച്ചർ. ചുമ്മാ എളുപ്പത്തിന് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ 2 സെൻറ്റിമീറ്റർ അകലെ വിട്ട് വരച്ചാലാണ് നിങ്ങൾക്ക് ചിത്രം വൃത്തിയാവും. 3 സെൻറ്റിമീറ്റർ കൊടുത്താലും വൃത്തിയാട്ടോ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എടുക്കുന്ന അകലം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ പാരലൽ ലൈൻസ് ആയിട്ട് വേണം വരയ്ക്കാൻ. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി മുകളിലേക്കുള്ളത് 1 സെൻറ്റിമീറ്റർ ഈച്ചായിട്ട് എടുക്കാം. ഇത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്,
സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. നമ്മളിങ്ങനെ എഴുതി പൂർത്തിയാക്കി. ഇവിടെയോ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 120. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് 100 സ്റ്റാർട്ട് ചെയ്താൽ 100, 110, 120, 130. ഇവിടെ എഴുതുന്ന വിട്ടും ഒരേ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 5 ആണ് നമ്മൾ അകലം എടുക്കുന്നതെങ്കിൽ 5 കൂട്ടി പോകണം. 10 ആണ് എടുക്കുന്നതെങ്കിൽ 10 കൂട്ടി പോകണം കേട്ടോ. 140, 150 ആൻഡ് 160. ഓക്കെ. ഇനി ജൂൺ മാസത്തിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 140. 140യുടെ നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരച്ചെടുക്കുക. ഓക്കെ, ബാർ വരച്ചെടുക്കുക. അടുത്തത് ജൂലൈ 130 ആണ്. കുറച്ചുകൂടി പൊക്ക കുറവാണ് അല്ലേ? 40യുടെയും കുറച്ച് താഴെ വരും, 10 യൂണിറ്റ് താഴെ വരും. 30 ഇതവിടെ നമ്മൾ വരച്ചെടുത്തു. മുകളിലത്തെ വരയും സ്കെയിൽ കൊണ്ട് വരയ്ക്കണം. ഈ ടീച്ചർ ഇങ്ങനെ വയ്ക്കാനുള്ള പാടുകൊണ്ടാണ്. ഓഗസ്റ്റിലാണെങ്കിൽ 150 കുറച്ചുകൂടെ പൊങ്ങിയാണ് വരുന്നത്. ഇവിടെയാണ് വരുന്നത് അല്ലേ? ആ ഓരോ റെക്റ്റാങ്കുലർ ബാറും എന്താണ്? ഒരേ അകലമായിരിക്കണം. ഒരേ അകലം കീപ്പ് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരെണ്ണം ഇങ്ങനെ വല്ലാതെ മെലിഞ്ഞ് ഒരെണ്ണം ഇങ്ങനെ വല്ലാതെ വണ്ണത്തിലൊന്നും വരയ്ക്കരുത്. അപ്പോൾ അത് റോങ് ആണ്, അത് ഓർത്തോണം. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ 160 ഏറ്റവും ഹൈറ്റ് കൂടിയതല്ലേ? 160. ഇനി ഒക്ടോബറിൽ 120. നവംബറിൽ അഗെയിൻ 150. വീണ്ടും 150 വരെ പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇത് ഷെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ടാബുലാർ കോളം തന്നെ തന്നിട്ടുണ്ട്. ദ ടേബിൾ ഷോസ് ദ വേരിയസ് എക്സ്പെൻസസ് ഓഫ് ജോർജ് ഫാമിലി ഫോർ ദ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ജോർജിൻ്റെ ഫാമിലിയിലുണ്ടായ ചിലവുകളുടെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രോ എ ബാർഗ്രാഫ് ഓഫ് ദിസ്. ഇതിൻ്റെ ബാർഗ്രാഫ് വരയ്ക്കുക. റൈറ്റ് ഡൗൺ സം ഫാക്റ്റ് വി ഗെറ്റ് ഫ്രം ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വരയ്ക്കാം. ടീച്ചർ അതിന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഫുഡ്, ഡ്രസ്സ്, ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിസിൻ ആൻഡ് അതേഴ്സ്. ഇവിടെ എക്സ്പെൻസ് 500 തുടങ്ങാം. 2000 വരെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2000 വരെ ടീച്ചർക്ക് ഇതിൽ എഴുതാൻ സാധ്യമല്ല. നിങ്ങൾക്ക് നോട്ട്ബുക്ക് ചിലപ്പോൾ 200, 400, 600 അങ്ങനെ എഴുതിപ്പോയാൽ നന്നായിരിക്കും. ടീച്ചർ ഇതിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ 500 ഒരു വിട്ട് കൊടുത്തു. 1000, 1500, 2000 എന്ന ക്രമത്തിൽ കൊടുത്തു. ഇനി ഫുഡിന് വേണ്ടി ചിലവാകുന്ന എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 2000 രൂപയാണ് ഫുഡിന് വേണ്ടി ചിലവാകുന്നത്. അയാളുടെ വീട്ടിൽ ഫുഡിന് വേണ്ടി ചിലവാകുന്നത് 2000 രൂപയാണ്. ഓക്കെ. ഇനി ഡ്രസ്സിന് വേണ്ടി ചിലവാകുന്നത് 900 ആയി. 1000 തൊട്ട് താഴെ വരെ വരയ്ക്കാമേ. 900. ദെൻ ട്രാവലിന് വേണ്ടി ചിലവാക്കുന്നത് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ 500ൻ്റെ വരയുടെ തൊട്ട് താഴെ വരെ വരച്ചാൽ മതിയോ. ഇനി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലവാകുന്നത് 700 രൂപ. 1000ൻ്റെയും 900ൻ്റെയും കുറച്ചുകൂടി താഴെ വരും കേട്ടോ. നിങ്ങൾ സ്കെയിൽ വെച്ച് കറക്റ്റ് അളന്ന് നോക്കിയിട്ടേ വരയ്ക്കാവുള്ളൂ. ടീച്ചറിൻ്റെ സ്കെയിൽ ഇത് ഒരു ഈ ബോർഡിലും ഇതിലും കൂടെ വെച്ച് വയ്ക്കുമ്പോൾ അത് മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ സ്കെയിൽ പിടിക്കാത്ത കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോഴേ ഇവിടുത്തെ എല്ലാം കളറ് പോകും. അടുത്തത് മെഡിസിന് വേണ്ടിയിട്ട് ചിലവാകുന്ന 600 രൂപ. അതായത് 500ൻ്റെ തൊട്ട് മുകളിൽ വരും കേട്ടോ. അപ്പം ഏകദേശം ഇത്ര വരെ വരും. മെഡിസിന് വേണ്ടി ചിലവാകുന്നത് 600 രൂപയാണ്. അതേഴ്സ് മറ്റാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിലവുണ്ടാകാറില്ല. വല്ല കയറി താമസമോ അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ടൂർ പ്രോഗ്രാമോ ഒക്കെ വന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവുകളാണ് അതേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും പൈസ എക്സിബിഷനോ അല്ല സിനിമയ്ക്ക് പോകുന്നതോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ചിലവുകളാകുമ്പോൾ അത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 800 രൂപയാണ് കേട്ടോ. $900 കുറച്ചുകൂടി താഴ്ന്നു നിൽക്കണം. ഓക്കെ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഫാക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു ഫാക്റ്റ് എന്താ? ഏതിനു വേണ്ടിയാണ് കൂടുതൽ നമുക്ക് ചിലവാകുന്നത്? മോസ്റ്റ് എക്സ്പെൻസ് വരുന്ന ഏതാണ്? ഫുഡിനാണ്. വേണമെങ്കിൽ നമുക്കത് കണ്ടെത്താമല്ലോ. ഏറ്റവും വളരെ ലീസ്റ്റ് എക്സ്പെൻസ് വരുന്ന ഏതിനാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതിനാണ് ഏറ്റവും കുറവ് എക്സ്പെൻസ് വരുന്നത്? ട്രാവലിനാണ്. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, അയാൾക്ക് ആകെ എത്ര ചിലവുണ്ടാവുന്നു എന്ന് ചോദിക്കാം അല്ലേ? ആകെ അയാൾക്ക് ആ ഒരു മാസം വീട്ടിൽ എത്രമാത്രം ചിലവുണ്ടാകുന്നു. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ചോദ്യമായിട്ട് ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് എക്സ്ട്രാ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ.